Good morning dear students. Welcome to new session of Managerial Economics. Managerial Economics എന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BCom BBA ഫസ്റ്റ് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ എക്കണോമിക്സ് എന്ന് പറയുന്ന ടേമും അതിൽ വരുന്ന വെൽത്ത് ഡെഫിനിഷൻ ആൻഡ് വെൽഫെയർ ഡെഫിനിഷൻ ഈ രണ്ട് ഡെഫിനിഷൻസിനെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം. We are discussing about this subject managerial economics. The subject code for managerial economics is BCM1 C01. BCM1 C01. The module first include managerial economics. What is managerial economics? Definition and characteristics. The next nature and scope. Economics versus managerial economics, then decision making and forward planning, relationship of managerial economics with other discipline, basic economic tools in managerial economics, the role of managerial economist. Okay, the next comes to introduction part of managerial economics. Before discussing managerial economics, we must know that what is economics. Next, we are discussing about what is economics. We all know that man is a bundle of desires. നമ്മൾ സാധാരണ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്. എല്ലാ മനുഷ്യന്മാരും ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്. നമ്മൾ സപ്പോസ് ഒരാളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് സാധാരണ ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ, നമ്മളൊരു ഫോൺ വാങ്ങിക്കുന്ന സമയത്താണെങ്കിൽ പണ്ട് കാലത്തൊക്കെ ഒരു ചെറിയ നമ്മളെ ടോർച്ച് സെറ്റ് അതേപോലെയുള്ള സെറ്റായിരുന്നു എല്ലാവർക്കും ഉള്ളത്. എന്നാൽ പിന്നീട് അത് ആൻഡ്രോയിഡ് ഫോണിലേക്ക് വന്നു, അതിൽ തന്നെ നല്ല പുതിയ വേർഷനുള്ള ഫോണുകളായിട്ട് വന്നു, പിന്നെ അത് ഐഫോണിലേക്ക് മാറി. ഇങ്ങനെ ഓരോ ആളുകളുടെയും ആഗ്രഹങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇനി സപ്പോസ് നമ്മൾ പണ്ട് കാലത്ത് നമുക്ക് സാധാ ഒരു ബൈസൈക്കിളായിരുന്നു ആഗ്രഹം, എന്നാൽ പിന്നീട് അത് ചിലപ്പോൾ ഒരു സ്കൂട്ടി ആവാം, പിന്നീട് അതൊരു ബുള്ളറ്റ് എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവാം, പിന്നീട് നമുക്കൊരു കാർ എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ഇങ്ങനെ ആഗ്രഹങ്ങൾ കുന്നുകൂടി വരികയാണ്. ഓക്കെ, സോ മാൻ ഈസ് എ ബണ്ടിൽ ഓഫ് ഡിസയേഴ്സ്. എല്ലാവരും ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്. ഒരു കൂട്ടം ആഗ്രഹങ്ങളുടെ നടുവിലാണ് ഒരു മനുഷ്യൻ നിലനിൽക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഹി ഹാസ് വാണ്ട്സ് ഫ്രം ഹിസ് ക്രാഡിൽ ടു ഗ്രേവ്. തൊട്ടിൽ മുതൽ നമ്മുടെ കല്ലറ വരെ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമാണ്. ദാറ്റ് ഈസ് ഹി ഹാസ് അൺലിമിറ്റഡ് വാണ്ട്സ്. ഓക്കെ, അൺലിമിറ്റഡ് വാണ്ട്സ് ആണ്, ലിമിറ്റഡ് അല്ലാത്ത അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സുകളാണ്. ഒരുപാട് ആഗ്രഹങ്ങളാണ് എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളത്. ടു സാറ്റിസ്ഫൈ വാണ്ട്സ് ഹി ഡസ് എഫേർട്സ്. ഈ ഒരു വാണ്ട്സിനെ, ഈ ഒരു ആവശ്യങ്ങളെ, ആഗ്രഹങ്ങൾ എന്ത് ചെയ്യണം, അയാൾക്ക് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ എഫേർട്സ് എടുക്കുന്നത്. സാധാരണ നമ്മൾ ജോലി ചെയ്യുന്നു, എഫേർട്ടുകൾ എടുക്കുന്നു. ഈ എഫേർട്സ് എന്ത് ചെയ്യുന്നു, എഫേർട്സ് ഈൽഡ് ഇൻകം. നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇൻകം കിട്ടുന്നതാണ്. ഈ ഒരു ഇൻകമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ദി ഇൻകം ഈസ് യൂസ്ഡ് ടു സാറ്റിസ്ഫൈ ദി വാണ്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് വാണ്ട്സ് ഉണ്ടാകും, ഒരുപാട് ആവശ്യങ്ങളുണ്ടാകും. ഈ ആവശ്യങ്ങൾ നമ്മൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് എന്തെടുക്കും, എഫേർട്സുകൾ എടുക്കും. അങ്ങനെ എഫേർട്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇൻകം കിട്ടും. ഓക്കെ, ഈ ഇൻകം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നു. പക്ഷേ ഇവിടെയുള്ള മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് വി ഹാവ് അൺലിമിറ്റഡ് വാണ്ട്സ് ബട്ട് ദി റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദം ആർ ലിമിറ്റഡ്. നമ്മുടെ ആഗ്രഹങ്ങൾ നിർവഹിക്കാനുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ ദുർലഭമാണ്. ഓക്കെ, ലിമിറ്റഡ് ആണ്. ദാറ്റ് ഈസ് ദി മെയിൻ പ്രോബ്ലം. വാണ്ട്സ്, എഫേർട്സ് ആൻഡ് ഇൻകം കോൺസ്റ്റിറ്റ്യൂട്ട് ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്. അപ്പോൾ ഇവിടെ ഇക്കണോമിക്സിലുള്ള സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആവശ്യങ്ങൾ, അതിനനുസരിച്ചുണ്ടാകുന്ന എഫേർട്സുകൾ, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകം. ഈ മൂന്ന് കാര്യങ്ങളാണ് എക്കണോമിക്സിലെ മെയിൻ സബ്ജക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, വാണ്ട്സ്, എഫേർട്സ് ആൻഡ് ഇൻകം കോൺസ്റ്റിറ്റ്യൂട്ട് ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്. നമ്മുടെ ഇവിടെ പറഞ്ഞു എക്കണോമിക് പ്രോബ്ലം അറൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, മെയിൻലി ബിക്കോസ് ഓഫ് മാൻ ഹാസ് അൺലിമിറ്റഡ് വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ്. ഒരാൾക്ക് ലിമിറ്റഡ് റിസോഴ്സ് മാത്രമേ ഉള്ളൂ, പക്ഷെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്, ഒരുപാട് ആഗ്രഹങ്ങളാണ്. അൺലിമിറ്റഡ് വാണ്ട്സും ലിമിറ്റഡ് റിസോഴ്സസും ഉള്ളതുകൊണ്ടാണ്
ഇക്കണോമിക് പ്രോബ്ലം അറൈസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രശാഖ തന്നെ വന്നിട്ടുള്ളത്. ദസ് ദി മെയിൻ പ്രോബ്ലം ദാറ്റ് എ മാൻ ഫേസസ് ഈസ് ഹൗ ടു ഗെറ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദി ലിമിറ്റഡ് റിസോഴ്സസ് അവൈലബിൾ. നിലവിലുള്ള സാഹചര്യത്തിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസുകൾ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവിടെ വരുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉടലെടുത്തത്. ഓക്കെ, ദസ് മൾട്ടിപ്ലിസിറ്റി ഓഫ് വാണ്ട്സ് ആൻഡ് സ്കേഴ്സിറ്റി ഓഫ് മീൻസ് ഹിയർ മീൻസ് resources. Scarcity of resources are the two foundation stones of economics. Economics is a social science. Economics എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യൽ സയൻസ് ആണ്. എന്തുകൊണ്ടാണ് ഇതിനെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്? It is called as social because it studies mankind and society. ഓക്കെ, മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ ഉൾക്കൊള്ളുന്ന സൊസൈറ്റിയെക്കുറിച്ചും പഠിക്കുന്നത് കൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? സോഷ്യൽ എന്ന് പറയുന്നത്. It studies mankind and society. So what? That is called social. Okay. Then it is called science. ഇതിന് സയൻസ് എന്ന് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് സ്റ്റഡീസ് സോഷ്യൽ പ്രോബ്ലം. ഓക്കെ, ദാറ്റ് ഈസ് പ്രോബ്ലം ഓഫ് ചോയ്സ്. നമ്മൾ പറഞ്ഞു അൺലിമിറ്റഡ് വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. ഓക്കെ, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളാണ്. ആ ഒരു ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള റിസോഴ്സ് എന്താണ്? വളരെ ദുർലഭമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ആഗ്രഹം തിരഞ്ഞെടുക്കണമെന്നുള്ള പ്രോബ്ലം ഓഫ് ചോയ്സ് ആണ് വരുന്നത്. ഈ ഒരു എക്കണോമിക് പ്രോബ്ലം, ഈ ഒരു സോഷ്യൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സയൻറ്റിഫിക് വ്യൂ പോയിൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പറയാം? സോഷ്യൽ സയൻസ് എന്നും ഇതിനെ അറിയപ്പെടാം. എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ്. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് സോഷ്യൽ because it studies mankind and a society. It is called science because it studies social problem from a scientific viewpoint. Okay, then the word economics is derived from the Greek word oikonomia. Okay, എക്കണോമിക്സ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് വേർഡായ ഒയ്ക്കണോമിയ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. അതായത് ഇത് രണ്ട് വേർഡുകൾ കൂട്ടിച്ചേർന്നുണ്ടായതാണ് oikos and nomos. Oikos means home, the nomos means management. That is, oikonomia means home management or household management. ഓക്കെ, അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്ന വേർഡ് ഫസ്റ്റ്ലി ഗ്രീക്കിൽ ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹോം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ് വേണ്ടിയിട്ടാണ് ഈ ഒരു വേർഡ് ഫസ്റ്റ്ലി ഉപയോഗിക്കുന്നത്. ദെൻ അത് ഗ്രീക്കിൽ എന്ത് ചെയ്യുന്നു? അവിടെയുള്ള സിറ്റികളിലും സ്റ്റേറ്റുകളിലും ഡിസ്ട്രിക്റ്റുകളിലും ആയിട്ട് അത് വ്യാപിക്കുന്നു. അവിടെയുള്ള മാനേജ്മെൻറ്റ്, എക്കണോമിക് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് അത് ഉപയോഗിച്ചു. അങ്ങനെയാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് നിലവിൽ വന്നത്. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ്. ദർ ആർ ലോട്ട് ഓഫ് ഡെഫിനിഷൻസ് റിഗാർഡിംഗ് എക്കണോമിക്സ്. മെയിൻലി ദർ ആർ 4 ഡെഫിനിഷൻസ് ഇൻ എക്കണോമിക്സ്. അതിൽ വരുന്ന 4 എണ്ണമാണ്. വെൽത്ത് ഡെഫിനിഷൻ, ഫസ്റ്റ് വൺ wealth definition or classical definition. Then second one welfare definition or neoclassical definition. Then third one scarcity definition. Then fourth one growth definition or modern definition. Okay, അപ്പോൾ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻസിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു വെൽത്ത് ഡെഫിനിഷൻ ആണ്. അല്ലെങ്കിൽ ഇതിനെ പറയുന്നത് മറ്റൊന്ന് എന്താണ്? ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്നും അറിയപ്പെടും. വെൽത്ത് ഡെഫിനിഷൻ or classical definition എന്നും ഇതിനെ അറിയപ്പെടും. That is, wealth definition is given by Adam Smith. Wealth definition defined by the Adam Smith, who is regarded as father of modern economics. Adam Smith എന്നുള്ളത് ആരാണ്? മോഡേൺ എക്കണോമിക്സിൻ്റെ ഫാദർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ആദം സ്മിത്ത്സ് ഡെഫിനിഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്നും വെൽത്ത് ഡെഫിനിഷൻ എന്നും ഇതിനെ അറിയപ്പെടും. ആദം സ്മിത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബുക്കായ ആൻ എൻക്വയറി ഇൻ ടു ദി നാച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻ. ആൻ എൻക്വയറി ഇൻ ടു ദി നാച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻ എന്ന് പറയുന്ന ബുക്കിലാണ് അയാൾ ഈ ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുള്ളത്, വെൽത്ത് ഡെഫിനിഷൻ നൽകിയിട്ടുള്ളത്. അതായത് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നപ്പോഴാണ് പബ്ലിഷ്ഡ് ഇൻ 1776. ഓക്കെ, എന്താണ് ആദം സ്മിത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എക്കണോമിക്സ് ഈസ് ദി
സ്റ്റഡി ഓഫ് വെൽത്ത്. എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? സ്റ്റഡി ഓഫ് വെൽത്ത് ആണ്. ഓക്കെ, സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് വെൽത്ത്, ഹൗ വെൽത്ത് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കണം, അതിനെ എങ്ങനെ വിതരണം ചെയ്യണം എന്നതിനെ കുറിച്ചാണ് എക്കണോമിക്സിൽ പഠിക്കുന്നത് എന്നുള്ളതാണ് ആദം സ്മിത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ ഇതാണ്: എക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് വെൽത്ത്, ഹൗ വെൽത്ത് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഇതാണ് ആദം സ്മിത്ത് തന്നിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ. അദ്ദേഹത്തിൻ്റെ ബുക്കായ എൻ എൻക്വയറി ഇൻ ടു ദി നാച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്നതിലാണ് ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് സെക്കൻഡ് ഡെഫിനിഷൻ ആണ് വെൽഫെയർ ഡെഫിനിഷൻ, ദറ്റ് ഈസ് നിയോ ക്ലാസിക്കൽ ഡെഫിനിഷൻ വിച്ച് ഈസ് ഗിവൺ ബൈ ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത് ഹീസ് എ മാത്തമെറ്റീഷ്യൻ ആൻഡ് ജിയോമെട്രീഷ്യൻ ഹു ബിക്കെയിം എ ഗ്രേറ്റ് എക്കണോമിസ്റ്റ്. പിന്നീട് അയാൾ ഒരു വലിയ എക്കണോമിസ്റ്റ് ആയിട്ട് മാറിയ വ്യക്തിയാണ് ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത്. ഇയാളാണ് എന്ത് ചെയ്യുന്നത്? വെൽഫെയർ ഡെഫിനിഷൻ നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ നൽകിയിട്ടുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിലാണ്. അതായത് ആൽഫ്രഡ് മാർഷലിൻ്റെ മഹത്തായ ഒരു ബുക്കാണ് ഏത്? പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്, വിച്ച് ഈസ് പബ്ലിഷ്ഡ് ഇൻ 1890 പബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ നൽകിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഡെഫിനിഷൻ ഇതാണ്: ഇക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദി ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ഇറ്റ് എക്സാമിൻസ് ദാറ്റ് പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ആക്ഷൻ which is most closely connected with the attainment and with the use of the material requisites of well-being. ഓക്കെ, ഇതാണ് അദ്ദേഹം നൽകിയിട്ടുള്ള ഡെഫിനിഷൻ. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻകൈൻഡ്. മാൻകൈൻഡിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത് പറയുന്നത്? എക്കണോമിക്സ് എന്ന് പറയുന്നത്. മനുഷ്യനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇൻ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്, സാധാരണ ബിസിനസ് ലൈഫിലുള്ള ഒരു മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് എക്സാമിൻസ് ദാറ്റ് പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ആക്ഷൻ, വ്യക്തിപരവും സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? അത് എക്സാമിൻ ചെയ്യുന്നു. വിച്ച് ഈസ് മോസ്റ്റ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ദി അറ്റൈൻമെൻറ്റ് ആൻഡ് വിത്ത് ദി യൂസ് ഓഫ് മെറ്റീരിയൽ റിക്വസിറ്റ്സ് ഓഫ് വെൽബീങ്. നമ്മൾ ഈ മെറ്റീരിയൽ ഉപയോഗവും അത് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെടുന്ന ഏറ്റവും കണക്ട് ചെയ്തിരിക്കുന്ന വ്യക്തിപരവും സാമൂഹികവുമായ ആക്ഷൻസ്. ഓക്കെ, അത്തരത്തിൽ വരുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇവിടെ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മാർഷൽ ഗിവ് ഇമ്പോർട്ടൻസ് ടു വെൽഫെയർ. വെൽഫെയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആദം സ്മിത്ത് ഗിവൺ ഇമ്പോർട്ടൻസ് ടു വെൽത്ത്. വെൽത്തിനാണ് അവിടെ ആദം സ്മിത്ത് ഇമ്പോർട്ടൻസ് കൊടുത്തതെങ്കിൽ ഇവിടെ വെൽഫെയർ ഡെഫിനിഷനിൽ ഇയാൾ ആൽഫ്രഡ് മാർഷൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? വെൽഫെയർ ആണ്. അപ്പം സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ആണ്. നേരത്തെ സ്റ്റഡി ഓഫ് വെൽത്ത് ആണ്. മാൻകൈൻഡിൻ്റെ വെൽഫെയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, നേരത്തെ വെൽത്തിനാണ് ആ ഡെഫിനിഷനിൽ ആദം സ്മിത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഡെഫിനിഷൻസ് നെക്സ്റ്റ് ക്ലാസ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് എക്കണോമിക്സ്, ഓക്കെ, എക്കണോമിക്സ് ഉടലെടുക്കാനുണ്ടായ കാരണം എന്താണ്, ദെൻ അതേപോലെ തന്നെ ഡെഫിനിഷൻസിൽ 2 ഡെഫിനിഷൻസ്, വെൽത്ത് ഡെഫിനിഷൻ എന്താണ്, വെൽഫെയർ ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ് എന്താണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.